സമീപകാലത്ത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു പദ്ധതിയായിരുന്നു PM ശ്രീ പദ്ധതി. രാഷ്ട്രീയപരമായി ഒരുപാട് കോലാഹലങ്ങൾ ഉണ്ടാക്കി. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അത് നടപ്പിലാക്കുമെന്നതുമായി ബന്ധപ്പെട്ടതാണ് ഉയർന്ന വിവാദങ്ങൾ. കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. അത് പ്രതിഷേധങ്ങൾക്ക് ഒടുവിൽ മരവിപ്പിച്ച പദ്ധതിയായിരുന്നു. പിന്നീട് UDF സർക്കാർ അധികാരത്തിലേറി ഒരു മാസം പിന്നിടുന്നതിന് മുമ്പ് തന്നെ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനമെന്ന് തെളിയിക്കുന്നതാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയൊക്കെ പ്രസ്താവനയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു മന്ത്രിസഭ ഉപസമിതി തന്നെ ഇതിനുവേണ്ടി സർക്കാർ രൂപീകരിച്ചിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ സനീദ് ഖാലിദ് എങ്ങനെയാണ് ഈ വിഷയത്തെ വിലയിരുത്തുന്നത്? ഇതിൽ ഈ PM ശ്രീ പദ്ധതി എന്താണെന്ന് അറിയണം. എന്താണ് ഇവിടെ നടന്നത് എന്നത് കൃത്യമായി മനസ്സിലാക്കാതെ ഇതിനെക്കുറിച്ചിട്ട് പറയാൻ കഴിയില്ല. PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ 2022 സെപ്റ്റംബർ 5 നരേന്ദ്രമോദി പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ്. അതായത് ഇന്ത്യയിലെ 14,500 സ്കൂളുകൾ തിരഞ്ഞെടുത്ത് ആ സ്കൂളുകളിലെ ചില മാറ്റങ്ങൾ, അതായത് മാതൃകാ വിദ്യാലയങ്ങളായി അതിനെ മാറ്റുക. ഈ ഒരു അടിസ്ഥാനത്തിൽ അതിനു വേണ്ടുന്നുള്ള ഫണ്ട് അനുവദിക്കുക എന്നാണ്. ഏതാണ്ട് 27,360 കോടി രൂപയാണ് ഈ 14,500 സ്കൂളുകൾക്കായിട്ട് സർക്കാർ നൽകുന്നത്. അപ്പോൾ അതിലൂടെ ആ സ്കൂള് മാതൃകാ വിദ്യാലയമാവുക, പ്രത്യേക കരിക്കുലം, പ്രത്യേക തരത്തിലുള്ള പഠന രീതി, ആ കുട്ടികളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, സ്കൂളുകളിലെ അറ്റ്മോസ്ഫിയറിലെ മാറ്റം, അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ പദ്ധതി അതല്ല എന്നതാണ് അതിൻ്റെ വസ്തുത. പ്രഖ്യാപനത്തിൽ അങ്ങനെയാണെങ്കിലും അതിൻ്റെ മെമ്മോറണ്ടം MOU ഒക്കെ വായിച്ചു നോക്കിയാൽ, അതിൻ്റെ ബ്രോഷറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. 2020 കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ട്, NEP. അപ്പോൾ ഈ NEP നടപ്പാക്കാനുള്ള ഒരു വെഹിക്കിളായിട്ട് ആണ് ഈ പദ്ധതിയെ നരേന്ദ്രമോദി സർക്കാർ വിഭാവന ചെയ്തിട്ടുള്ളത്. ഇത് NEP നടപ്പാക്കാനുള്ള മറ്റൊരു വഴിയാണ്. അപ്പോൾ ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ സമീപനത്തിൻ്റെ 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കണ്ടന്റ് ലിസ്റ്റാണ്. അതായത് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും തുല്യമായ അധികാരമുണ്ട്. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു ഫെഡറൽ സിസ്റ്റത്തിലുള്ള രാജ്യമാണ്. അത് ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസമാണ്, സഹകരണ ഫെഡറലിസമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ നിലനിൽപ്പിൻ്റെ അടിത്തറ. അതിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും അധികാരമുള്ള മേഖലയാണ്. അതേസമയം ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ അധികാരമുള്ള മേഖലയിലൂടെ കേന്ദ്ര സർക്കാർ കടന്നു കയറുകയാണ്. ദേശീയ തലത്തിൽ തന്നെയാണ്. ഇപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേന്ദ്രത്തിന് മാത്രം അധികാരമുള്ളൊരു കാര്യമാണ്, സംസ്ഥാനത്തിന് ഇല്ല. റെയിൽവേ കേന്ദ്രത്തിന് അധികാരമുള്ളൊരു കാര്യമാണ്, സംസ്ഥാനത്തിനില്ല. പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കേന്ദ്രത്തിന്, അതാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ വിദ്യാഭ്യാസ നയത്തെ മൊത്തത്തിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് PM ശ്രീ പദ്ധതി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ PM ശ്രീ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഈ രാജ്യത്തെ പ്രതിപക്ഷ സർക്കാരുകൾ ഇതിനെ എതിർത്തിട്ടുണ്ട് തുടക്കത്തിൽ. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിതമല്ലാത്ത മറ്റൊരു ഉപാധി കൂടി വെച്ചു. ആ ഉപാധി എന്ന് പറയുന്നത് SSA ഫണ്ട്, സർക്കാർ നൽകേണ്ടിയിരുന്ന, കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന SSA ഫണ്ട് ഈ PM ശ്രീ ഒപ്പിട്ട സംസ്ഥാനങ്ങൾക്ക് മാത്രമേ അനുവദിക്കൂ എന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കണ്ടീഷൻ, അപ്പോൾ ഇതൊരു കേന്ദ്ര പദ്ധതിയാണ് PM ശ്രീ. ഒരു കേന്ദ്ര പദ്ധതി വിദ്യാഭ്യാസ മേഖലയിൽ വന്നാൽ അതിൽ സംസ്ഥാനങ്ങൾ നിർബന്ധിതമായി ഒപ്പുവയ്ക്കേണ്ടതില്ല, കൺകറന്റ് ലിസ്റ്റിലുള്ളതുകൊണ്ട്. ഒപ്പുവയ്ക്കണമെങ്കിൽ ഒരു MOU ഉണ്ട്, അത് വെച്ച് ഒപ്പുവയ്ക്കണം. പക്ഷേ ഈ MOUവിനകത്ത് വളരെ കൃത്യമായി SSA ഫണ്ട് ലഭിക്കണമെങ്കിൽ PM ശ്രീയിൽ ഒപ്പുവയ്ക്കണമെന്ന് തരത്തിലുള്ള പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ഇല്ലാത്തൊരു കാര്യം ഇതിനിടയ്ക്കൂടെ ഒരു കണ്ടീഷനായി ഇതിനകത്ത് കയറ്റി. അപ്പോൾ തുടക്കത്തിൽ തന്നെ അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഒപ്പിടേണ്ടി വന്നു. അപ്പോൾ ആദ്യം തന്നെ ഒപ്പിടാതിരുന്ന ചില എതിർത്ത് നിന്ന സംസ്ഥാനങ്ങളുണ്ട്. ഡൽഹി ഉണ്ട്, പഞ്ചാബുണ്ട്, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, കേരളം. ഈ 5 സംസ്ഥാനങ്ങളാണ് ഈ പദ്ധതിയിൽ ഒപ്പിടാതെ എതിർത്ത് നിന്നത്. എന്ന് മാത്രമല്ല, ഈ 5 സംസ്ഥാനങ്ങളും ഇതിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അന്ന് ഇത് പ്രഖ്യാപിക്കുമ്പോൾ ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചിലത് ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനമല്ല. ഇപ്പോൾ തെലങ്കാന അല്ല, കർണാടകയിൽ ഇപ്പോഴുള്ള ഹിമാചൽ മാത്രമാണ് അന്ന് ഇത് പ്രഖ്യാപിക്കുക ഉണ്ടായിരുന്നത്. ആ ഹിമാചൽ യഥാർത്ഥത്തിൽ ഒപ്പുവെച്ചു. ഈ കരാറിൽ
ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കരാറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ 5 സംസ്ഥാനങ്ങൾ വളരെ ശക്തമായി പൊളിറ്റിക്കലായി ഉയർത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അതേസമയം പിന്നീട് ഓരോരോ സംസ്ഥാനങ്ങളായിട്ട് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. അത് ഫൈറ്റ് ചെയ്ത് നിന്നത് ആദ്യം ഡൽഹി പിന്മാറി, കുറച്ച് കഴിഞ്ഞ് ഫൈറ്റ് ചെയ്ത് നിന്ന പഞ്ചാബ്, അവർക്ക് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പൈസ ഇല്ലാതെ ഫണ്ട് അനുവദിക്കായിരുന്നിട്ട് അവരാദ്യം കോടതിയെ സമീപിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ കോടതി പെട്ടെന്ന് എടുക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ പെട്ടെന്ന് ഇതിൽ ഒപ്പുവെച്ചു. ഈ മെയ് മാസത്തിലാണ് പശ്ചിമ ബംഗാൾ ഒപ്പുവയ്ക്കുന്നത്. അതിന് മുമ്പേ കേരളം ഒപ്പുവെച്ചു. ഈ മെയ് മാസത്തിലാണ് പശ്ചിമ ബംഗാൾ ഒപ്പുവയ്ക്കുന്നത്. അതിൽ തമിഴ്നാട് മാത്രമാണ് ഇപ്പോഴും ഒപ്പുവയ്ക്കാത്ത ഒരു സംസ്ഥാനമുള്ളത്. തമിഴ്നാട് എന്താ ചെയ്യുന്നത് വെച്ചാൽ തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ചു. തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ച് ഇത് അടിയന്തരമായി ഇത് കേൾക്കേണ്ട ഒരു കാര്യമാണ്, വിദ്യാഭ്യാസ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞത് അടിയന്തര സാഹചര്യമില്ലെന്ന് പറഞ്ഞ് ഫയൽ വെച്ചിരിക്കുകയാണത്. അപ്പോൾ ഇത് അടിയന്തരമായി സുപ്രീം കോടതി ഹിയറിങ്ങിന് വെച്ചിട്ടില്ല. ഇത് വർഷങ്ങൾ കഴിയുകയാണ്. അപ്പോൾ തമിഴ്നാടിന് SSA പദ്ധതി അടുത്ത വർഷം അവസാനിക്കുകയും ചെയ്യും. 2028 അവസാനിക്കുകയും ചെയ്യുന്ന സാധനമാണ് ഈ PM ശ്രീ പദ്ധതി. അപ്പോൾ ഒരു വർഷം കൂടി യഥാർത്ഥത്തിൽ ഈ പദ്ധതി ഉള്ളൂ. അടുത്ത ഒരു അധ്യയനം, ഈ അധ്യയന വർഷം കൂടാതെ അടുത്തൊരു അധ്യയന വർഷം കൂടി മാത്രം നിലനിൽക്കുന്ന ഒരു പദ്ധതിയാണ് PM ശ്രീ പദ്ധതി, താൽക്കാലിക പദ്ധതി. പക്ഷേ ഈ താൽക്കാലിക പദ്ധതിയുടെ മറവിൽ ഒരു ദേശീയ വിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവരികയാണ്. അപ്പോൾ അതായത് തമിഴ്നാടിൻ്റെ കാര്യത്തിലെ തീരുമാനം കണ്ടിട്ടാണ് അവസാനം ബംഗാൾ പിന്മാറിയത്. ബംഗാളാണെങ്കിൽ ഇപ്പോൾ ഭരണം മാറി BJPയുടെ കയ്യിലുമായി. അപ്പോൾ കേരളം ഇതിനകത്ത് ഒപ്പുവെച്ചു. കേരളം ഭരിച്ചിരുന്നത് CPM ആണ്. അപ്പോൾ CPM ആണ് ഇന്ത്യയിൽ ഈ PM ശ്രീക്കെതിരെ അത് കർശനമായ നിലപാടെടുത്ത രാഷ്ട്രീയ പാർട്ടി. ഒരു CPM മാത്രമല്ല, CPM, CPI, DMK, തൃണമൂൽ കോൺഗ്രസ് ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കർശനമായ സ്റ്റാൻഡ് സ്വീകരിച്ചിട്ടുള്ള, ഇക്കൂട്ടത്തെ ഏറ്റവും കർശനമായ സ്റ്റാൻഡ് സ്വീകരിച്ച പാർട്ടികളിലൊന്നാണ് CPM. അപ്പോൾ കേരളത്തിലെ അന്ന് തന്നെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം വളരെ വിശദമായ ലേഖനമൊക്കെ ഇതിനെ സംബന്ധിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ കേരളം പോയി PM ശ്രീ ഒപ്പുവയ്ക്കുകയാണ്. ഇത് ഒപ്പുവെച്ച വാർത്ത പുറത്തു വരുമ്പോഴാണ് കേരളത്തിലെ ഇടതുപക്ഷക്കാർ പോലും ഇത് അറിയുന്നത്. പ്രത്യേകിച്ച് മന്ത്രിസഭയിലെ മന്ത്രിമാരറിയുന്നത്. മന്ത്രിമാരുടെ കൂട്ടുത്തരവാദിത്വം പോലും ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പോൾ ആ ഒപ്പുവെച്ചതിന് ശേഷമുള്ള മന്ത്രിസഭാ യോഗത്തിലും CPI മന്ത്രിമാർ ഇങ്ങനെ ഇത് ഒപ്പുവയ്ക്കരുത് എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഒപ്പുവയ്ക്കരുതെന്ന് ആവശ്യപ്പെടുന്നതിന് ഒപ്പുവെച്ചു. പക്ഷേ അതിലൊന്നും ഒന്നും വേണ്ടിയിട്ടില്ല. വാർത്ത പുറത്തു വന്നപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷക്കാരാകെ അമ്പരന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിൽ അത് വളരെ ദുരൂഹമാണ് ഈ ഒപ്പുവെച്ചത്. പക്ഷേ അതിന് കേരളത്തിന് വേണമെങ്കിൽ ന്യായമുണ്ട്. അതിനകത്ത് ഫണ്ട് ലഭിക്കുന്നില്ല. ഫണ്ട് ലഭിക്കാത്ത പ്രശ്നം കേരളത്തിലുണ്ട്. പലതരത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധി സംസ്ഥാനത്തുണ്ട്. അപ്പോൾ ഫണ്ട് ലഭിക്കാൻ വേണ്ടിയാണ് ഒപ്പുവെച്ചത്. ആ സമയത്ത് കേരളത്തിൽ ശക്തമായ പ്രക്ഷോഭം നടന്നു. CPI അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. അങ്ങനെയാണ് പിന്നീട് PM ശ്രീ മരവിപ്പിക്കുന്നത്. സർക്കാർ ഇതിന് പിന്മാറിയിട്ടില്ല. PM ശ്രീന്ന് സർക്കാർ ചെയ്തൊരു കാര്യം, ഒരു കത്ത് കേന്ദ്രത്തിന് അയച്ചു. ആ കത്ത് അയക്കുന്നതിന് മുമ്പ് ഒരു മന്ത്രിസഭ ഉപസമിതി എടുത്തു. 7 അംഗ മന്ത്രിസഭ ഉപസമിതി എടുത്തു. വിദ്യാഭ്യാസ മന്ത്രി ചെയർമാനായിട്ടുള്ള 7 അംഗ മന്ത്രിസഭ ഉപസമിതി. 2 CPI മന്ത്രിമാരുണ്ട്, പിന്നെ റോഷി അഗസ്റ്റിനുണ്ട്, അദ്ദേഹം നമ്മുടെ ശശീന്ദ്രൻ, ഇങ്ങനെയൊക്കെ തുടങ്ങിയ 7 മന്ത്രിമാരുള്ള ഒരു ഉപസമിതി എടുത്തു. ഈ ഉപസമിതിയുടെ ഇങ്ങനൊരു ഉപസമിതി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അയച്ച കത്തിൻ്റെ ഒരു വാചകങ്ങൾ ഇങ്ങനെയാണ്, ഉപസമിതി എടുത്തിട്ടുണ്ട്. ആ ഉപസമിതിയുടെ തീരുമാനം വരുന്നത് വഴി നമുക്ക് ബാക്കി ഫർദർ പിന്നെ ഡിസ്കസ് ചെയ്യാം. അതുവരെ ഈ പദ്ധതി എന്ത് ചെയ്യണം, ഫ്രീസ് ചെയ്യണം. അപ്പോൾ അതിനകത്ത് ഉപയോഗിച്ച വാക്ക് ഉബയൻസ് എന്ന വാക്കാണ്. ഉബയൻസ് എന്ന വാക്കെന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് ഫ്രീസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഇടത് സർക്കാർ പിന്മാറിയിട്ടില്ല. പക്ഷേ ഇതുമായി മുന്നോട്ട് പോകേണ്ടതാണ്. ആ സമയത്ത് തന്നെ 90 കോടി രൂപ ഫണ്ട്, 92 കോടി രൂപ ഫണ്ട് കേരളത്തിന് ലഭിച്ചു. ആ ഫണ്ടെന്ന് പറഞ്ഞാൽ PM ശ്രീയുടെ ഫണ്ടാണോ SSAയുടെ ഫണ്ടാണോ എന്ന് തർക്കം നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ രേഖകൾ പരിശോധിക്കുമ്പോൾ PM ശ്രീയുടെ ഫണ്ടല്ല, SSAയുടെ ഫണ്ടാണ്. അതായത് സമഗ്ര ശിക്ഷ കേരളയുടെ SSKയുടെ ഫണ്ടാണ് ലഭിച്ചത്. അപ്പോൾ ഈ ഒരു ഫണ്ട് വാങ്ങി മുന്നോട്ട് പോയി. പക്ഷേ തൽക്കാലം അത് ഫ്രീസ് ചെയ്തു. അതാണ് ഇപ്പോഴുള്ള ഇടത് സർക്കാർ ചെയ്ത സ്റ്റാൻഡ്. ഇനി UDF സർക്കാർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അവർ ചെയ്തൊരു കാര്യം, മറ്റൊരു മന്ത്രിസഭാ ഉപസമിതി എടുത്തിട്ടുണ്ട്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു ലൈനാണെങ്കിൽ ഇനി ഇടത് സർക്കാർ ഒപ്പിട്ട സ്ഥിതിക്ക് ഇനി മുന്നോട്ട് പോകാം എന്നതാണ് അവർ സ്വീകരിച്ച ലൈൻ. അന്നത്തെ ലൈൻ അങ്ങനെയല്ല. അന്നത്തെ ലൈൻ വേറൊന്നായിരുന്നു. ഒപ്പിട്ട സമയത്ത് ഇത് അതിൽ തന്നെ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗാണ് ഏറ്റവും കർശനമായ സമീപനം സ്വീകരിച്ചത്. പക്ഷേ മുസ്ലിം ലീഗ് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി.
ശ്രീലങ്കാരൻ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത്. പക്ഷേ വി ഡി സതീശൻ അന്നും ഇതിനെക്കുറിച്ച് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല. സുതാര്യമായ സ്റ്റാൻഡ് എടുക്കാത്തൊരു പ്രശ്നം മാത്രമാണ് ഉയർത്തിയിട്ടുള്ളത്. എന്തായാലും യു ഡി എഫിൻ്റെ സ്റ്റാൻഡ് ഇപ്പോൾ ഇങ്ങനെയാണ്. അതായത് കരിക്കുലം മാറ്റാതെ ഈ പദ്ധതി നടപ്പാക്കണം. അതായത് സ്കൂളുകൾ സെലക്ട് ചെയ്യാനുള്ള അധികാരം യു ഡി എഫ് സർക്കാരിന് വേണം, പുതിയ കേരള സർക്കാരിന് സമ്പൂർണ്ണമായി വേണം. കരിക്കുലം മാറ്റാതെ നടപ്പാക്കണം എന്നതാണ്. പക്ഷേ ഈ പദ്ധതിയുടെ ഒരു വ്യവസ്ഥ പ്രകാരം അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കേന്ദ്ര സർക്കാർ അത് അനുവദിക്കുമെന്നും തോന്നുന്നില്ല. അതാണ് ഈ പദ്ധതിയുടെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ്. ഇതിൽ 2 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഈ പദ്ധതി സ്കൂളുകൾ നന്നാക്കാനുള്ള പദ്ധതിയല്ല എന്നത്. അത് NEP നടപ്പാക്കാനുള്ള, NEP കേന്ദ്ര സിലബസിനെ കാവ്യവൽക്കരിക്കാനുള്ള, കേന്ദ്ര വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാനുള്ള NEP നടപ്പാക്കാനുള്ള ഒരു വെഹിക്കിളാണ്, അല്ലെങ്കിൽ ഒരു വഴിയാണ് കേന്ദ്ര സർക്കാർ തേടുന്നൊരു എളുപ്പ വഴിയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, കേരള സർക്കാർ, ഇടത് സർക്കാർ ഇതിൽ നിന്ന് പിന്മാറിയിട്ടില്ല. അവർ പറഞ്ഞ ഒരു മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനം അറിയിക്കുന്നവർ വെച്ചേക്കണമാണ്. ആ ഉപസമിതിയുടെ തീരുമാനം എന്താണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. ഉപസമിതി തീരുമാനിച്ചോ കൂടിയോ ഒന്നുമില്ല. അത് അക്കാര്യത്തിൽ പിന്നീട് അതിന് ശേഷം മൊത്തം സൈലൻ്റാക്കിയെന്ന്, അതായത് പദ്ധതിയിൽ നിന്ന് പിന്മാറിയിട്ടുമില്ല, പദ്ധതി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇനി ഏകപക്ഷീയമായി ഉപേക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നത് ഈ വ്യവസ്ഥ പ്രകാരം സാധ്യമല്ല എന്നതാണ് ഇത് വ്യവസ്ഥ വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിന് മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നത് ആരും ആരാഞ്ഞതായും അറിയില്ല. അതാണ് ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ്. അപ്പോൾ ലത്തീഫിനോട് ചോദിക്കാനുള്ളത്, ഈ പദ്ധതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വാദകോലാഹലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മോറൽ ഇഷ്യൂ ഉണ്ടല്ലോ. അതായത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ കോലാഹലങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ തന്നെ ഇന്നത്തെ ഭരണപക്ഷത്തിൽ ഇരിക്കുന്ന അന്നത്തെ പ്രതിപക്ഷം വളരെ രൂക്ഷമായിട്ടാണ് ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരുന്നത്. ഉദാഹരണത്തിന് KM ഷാജി, തദ്ദേശ സ്വയംഭരണ മന്ത്രി, അദ്ദേഹം പറഞ്ഞത് ഈ പദ്ധതി അറബിക്കടലിൽ കളയണമെന്നാണ്. അപ്പോൾ ഇപ്പോൾ അവർ ഭരണപക്ഷത്തേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു നയം മാറ്റം ഒരു മോറൽ ഇഷ്യൂ അല്ലേ ഉയർത്തിക്കൊണ്ട് വരുന്നത്? ഒരു ധാർമ്മിക പ്രശ്നം ഇവിടെ ഒളിഞ്ഞിരിക്കുന്നില്ലേ? എന്താണ് ലത്തീഫിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ 2020 പുറത്തിറങ്ങിയ ദേശീയ വിദ്യാഭ്യാസ നയം, ആ ദേശീയ വിദ്യാഭ്യാസ നയത്തെ രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടി അതിനൊരു വെഹിക്കിൾ എന്ന അർത്ഥത്തിലാണ് PM ശ്രീ പദ്ധതിയെ നടപ്പാക്കിയിരുന്നത്. പക്ഷെ അതിനോട് നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു കോലാഹലങ്ങളായിരുന്നു കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിലും, തദ്ദേശ ഇലക്ഷൻ്റെ സമയത്തും നിയമസഭാ ഇലക്ഷൻ സന്ദർഭത്തിലെല്ലാം തന്നെ വലിയൊരു ചർച്ചയായിരുന്നു PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. അന്നുണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാർ ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാതെ, ഘടകകക്ഷികളുമായൊന്നും അറിയിക്കാതെ അതിൽ ഒപ്പുവെച്ച് എന്നത് വളരെ വലിയൊരു ചർച്ചയായിരുന്നു. പ്രതിപക്ഷം ആ ചർച്ച ഏറ്റെടുത്തു, വലിയ വിവാദങ്ങളും കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോഴും ഇവിടെ പ്രധാനമായി ഉന്നയിച്ചുകൊണ്ടിരുന്നൊരു കാര്യം ഇതായിരുന്നു: ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ഒരു RSSൻ്റെ അജണ്ടയാണ് PM ശ്രീ പദ്ധതിയിലൂടെ നടപ്പിലാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് ആ അർത്ഥത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ മതേതരവൽക്കരണത്തിൽ ഇല്ലാതാക്കിയതിനെ കാവ്യവൽക്കരിക്കുക എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു ഫെഡറൽ സംവിധാനത്തെ, സംസ്ഥാനങ്ങളും കേന്ദ്രവുമായിട്ടുള്ള ഒരു ഫെഡറൽ സംവിധാനത്തെ, അധികാരത്തെ തകർക്കുന്നു എന്നുള്ളതും വളരെ ചർച്ചയായിരുന്നു ഈ ആ ഒരു ഘട്ടത്തിൽ. ആ വാല്യൂ, ആ ഒരു മെറിറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഗവൺമെൻറ് മാറിയാലും അതുകൊണ്ട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആ മെറിറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴുള്ള സ്റ്റാറ്റസ്, കഴിഞ്ഞ ആ ഒരു സ്റ്റാറ്റസ് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിൽ കഴിഞ്ഞ സർക്കാർ ഒപ്പുവെച്ചിരിക്കുന്നു, അതിൽ MOU ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നു, അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. നമ്മുടെ പുതിയ VD സതീശൻ്റെ പത്രസമ്മേളനങ്ങളും മറ്റൊക്കെ നിരന്തരം അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലോ മറ്റോ ഒരു പത്രസമ്മേളനം നടന്നപ്പോൾ PM ശ്രീ പദ്ധതിയുമായിട്ടൊരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ ഗവൺമെൻറ് മന്ത്രിസഭയിൽ ക്യാബിനറ്റിൽ അത് ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അതായത് ചർച്ച ചെയ്യാതെ നടപ്പിലാക്കുന്ന ഒരു സർക്കാരും ചർച്ച ചെയ്യുകയും ഒരു ഉപസമിതിയെ നിശ്ചയിക്കുകയും ചെയ്തിട്ട് മുന്നോട്ട് പോയി നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. എങ്ങനെ നടപ്പിലാക്കിയാലും അതുകൊണ്ടുള്ള ഭവിഷ്യത്തുകൾ ദുർവ്യാപകമായി കൊണ്ട് തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ അതുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അത് ചർച്ച ചെയ്തിട്ട് ഒരു കൂട്ടർ നടപ്പാക്കുന്നു, ഒരു കൂട്ടർ ചർച്ച ചെയ്യാതെ നടപ്പാക്കുന്നു, ഒരു കൂട്ടർ ചർച്ച ചെയ്ത് നടപ്പാക്കുന്നു എന്നതല്ല. അതിനപ്പുറത്തേക്ക് കൃത്യമായിക്കൊണ്ട് ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ ഇതിൽ കേരളത്തിലെ ഗവൺമെൻറ്റിന് സാധ്യമാകേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്, എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം നൽകുന്നൊരു വിശദീകരണം പദ്ധതിയുമായി പിൻവലിയുന്നതിനെക്കുറിച്ച്, അതൊരു നിർബന്ധിതാവസ്ഥയിലാണ്. കഴിഞ്ഞ ഗവൺമെൻറ് അതിൽ ഒപ്പുവെച്ചു,
അതുകൊണ്ട് അതുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അതിനെ മറികടക്കാൻ എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പറയുന്നൊരു വിശദീകരണം, അതിന് പുതിയൊരു മന്ത്രിസഭ ഉപസമിതി, പൊതുവിദ്യാഭ്യാസ മന്ത്രി അതിൻ്റെ കൺവീനറായിക്കൊണ്ടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മറ്റ് മന്ത്രി അംഗങ്ങളായിട്ടുള്ള ഒരു സമിതിയെ നിർത്തിക്കൊണ്ട് അതിൽ പ്രധാനമായും അന്വേഷിക്കുന്ന കാര്യങ്ങൾ, അപ്പോൾ അതൊന്ന് സ്കൂളുകൾ, ഈ ഒരു പദ്ധതിക്ക് വേണ്ടി സ്കൂളുകൾ വിട്ടുകൊടുക്കുന്നതിൽ സർക്കാരിന് എത്രത്തോളം അധികാരമുണ്ട് എന്നതിനെക്കുറിച്ചും ഇതിൻ്റെ ഒരു സിലബസ് കരിക്കുലം അത് തീരുമാനിക്കുന്നതിൽ സർക്കാരിന് അതും സർക്കാരിന് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകളാണ്, കുറിച്ചുള്ള അന്വേഷണങ്ങളാണ് അതിൽ നടക്കുന്നത്. ഇത് തീർച്ചയായും ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ചില അവ്യക്തതകൾ മാറ്റാൻ വേണ്ടിക്കൊണ്ട് ഒരു സമിതിയെ നിശ്ചയിക്കുന്നു എന്നുള്ളതാണ്, അതിനെക്കുറിച്ച് പഠിക്കാൻ സമിതി നിശ്ചയിക്കുന്നു എന്നുള്ളതാണ്. ഫലത്തിൽ ഈ പദ്ധതിയുമായി കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്കതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ മനസ്സിലാക്കണമെന്നറിയാം, ഇത്തരമൊരു MOU ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചാൽ തീർച്ചയായും കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്ന അതിൻ്റെ മാനദണ്ഡങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ നിർബന്ധിതമാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉപസമിതി എന്താണോ ചർച്ച ചെയ്യുക എന്നതിനെക്കുറിച്ച് നമുക്ക് അതിൻ്റെ ഒരു ഫലം അത് കണ്ടെത്തുന്നതും അതിൻ്റെ റിപ്പോർട്ടും പിന്നീട് അത് പുറത്തു വരുമ്പോൾ അതിൻ്റെ റിപ്പോർട്ടും നമുക്ക് എന്തായിരിക്കും എന്നതിനെക്കുറിച്ചും നിലവിൽ നല്ലൊരു ആശങ്ക നമുക്കുണ്ട്. കാരണം അത്തരമൊരു ഒപ്പുവെച്ച സ്ഥിതിക്ക് സംസ്ഥാനം ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അതിൻ്റെ സിലബസിലും അതിൻ്റെ മറ്റ് സ്കൂളുകൾ തീരുമാനിക്കുന്ന കാര്യത്തിലും സംസ്ഥാനത്തിന് മേൽക്കൈ ലഭിക്കുമെന്നുള്ളത് നമുക്കൊരിക്കലും അങ്ങനെ ഒരു അവസ്ഥ സംജാതമാകും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയില്ല. അത് വലിയ ആശങ്കയായിട്ട് നമുക്കിലുണ്ട്. പക്ഷേ തീർച്ചയായും ഈ ഇതിൽ നിന്നും പിൻവലിയുന്നതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളായിരുന്നു ആ ഒരു ഉപസമിതി തീർച്ചയായിട്ടും നടത്തേണ്ടിയിരുന്നു എന്നുള്ളതാണ്. എപ്രകാരം ഈ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടത്തേണ്ടിയിരുന്നത്. തീർച്ചയായും വിശേഷിച്ചും കേരളത്തിലെ വലിയൊരു ജനസമൂഹം, വിദ്യാർത്ഥി സമൂഹം, നമുക്കറിയാം കഴിഞ്ഞ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി UDF ഗവൺമെൻറ്റിന് അധികാരത്തിലേറ്റിയത് ഇത്തരത്തിലുള്ള ചില മുൻകഴിഞ്ഞ സർക്കാർ എടുത്തിട്ടുള്ള പല അജണ്ടകൾക്കും എതിരായിട്ടാണ്. പ്രധാനമായും ഇത്തരം ഈ സംഘപരിവാർ വിധേയപ്പെടുന്ന അതിൻ്റെ പല വകുപ്പുകൾ, ആഭ്യന്തര വകുപ്പിലടക്കമുള്ള സംഘപരിവാറിനോടുള്ള വിധേയത്വം, PMC പദ്ധതി പോലെയുള്ള സംവിധാനങ്ങളോട് അവിടുത്തെ അന്നത്തെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ സ്വീകരിച്ച നിലപാട്, ഇതിനൊക്കെയുള്ള ഒരു എതിർപ്പാണ്, ഒരു എതിർപ്പോടു കൂടിയാണ് കേരളത്തിലെ ജനസമൂഹം, മതേതര സമൂഹം ഈ ഒരു ഗവൺമെൻറ്റിന് അധികാരം നൽകിയെന്നുള്ളതാണ്. ആ സമൂഹത്തിന് നൽകുന്ന വലിയൊരു പ്രതീക്ഷ അർത്ഥത്തിൽ തന്നെ ഈ ഒരു ഗവൺമെൻറ്റിന് മേലുണ്ടായിരുന്നു. പക്ഷേ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് പ്രതീക്ഷയ്ക്ക് വലിയ മങ്ങലേൽക്കുന്നു. അതിവിടുത്തെ മതേതര സമൂഹത്തെ വളരെ അലോസരപ്പെടുത്തുന്ന ഒന്നാണെന്നുള്ളതാണ്. അതിന് പലപ്പോഴും പറയുന്നൊരു മറുപടി ഇതൊരു നിർബന്ധിതാവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. നിർബന്ധിതാവസ്ഥയെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയപരമായിട്ടുള്ള ആത്മാഭിമാനത്തെയും നമ്മുടെ വലിയ പാരമ്പര്യമുള്ള മതേതര പാരമ്പര്യമുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെയും ഇത്തരത്തിൽ ഒരു RSSന് തീരെഴുതി കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് മുന്നിൽ അടിയറ വെക്കേണ്ടതില്ല എന്നുള്ളതാണ്. ആ ഒരു രാഷ്ട്രീയ കൃത്യതയും തീരുമാനവും UDFനും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. മുസ്ലിം ലീഗിൻ്റെ കാര്യം പറഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വളരെ ശക്തമായിക്കൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ നിലപാട് സ്വീകരിച്ചവരാണ്. നേരത്തെ KM ഷാജി പറഞ്ഞതുപോലെ അത് അറബിക്കടലിൽ എടുത്തെറിയും എന്നുള്ളതൊക്കെയാണ്. ആ സന്ദർഭത്തിൽ അതിനെതിരെ വലിയ ശക്തമായിക്കൊണ്ട് നിലപാട് സ്വീകരിക്കുകയും നിലവിലെ ആ സന്ദർഭത്തിലുണ്ടായിരുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, ഇപ്പോൾ മന്ത്രിമാരായിട്ട് ഉള്ള ആളുകൾ അത് ആ അവസരത്തിൽ അങ്ങനെ പറയാം, ഈ അവസരത്തിൽ ഇപ്പോഴിങ്ങനെ പറയാം എന്നർത്ഥത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. അത് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തും ജനങ്ങളുടെ അഭിലാഷങ്ങളെ അംഗീകരിച്ചുകൊണ്ടും ഈ വിഷയത്തിലൊരു കൃത്യമായ രാഷ്ട്രീയ കൃത്യതയോടു കൂടി തന്നെ ഗവൺമെൻറ് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പറയുന്നത്.